ഞായറാഴ്ച 27-ാം തീയതിയിലത്തെ വീഡിയോ കേട്ടോ. രാവിലെ വന്നിട്ട് അങ്ങനെ ഒരു അപകടം പിടിച്ച 2 തെങ്ങുണ്ടല്ലോ. ഈ തെങ്ങ് ഈ ബിൽഡിങ്ങിലുള്ള തെങ്ങാണ്. കണ്ടിട്ട് ഞങ്ങൾ 2 തെങ്ങ്. ഈ തെങ്ങ് പോയിക്കണ അങ്ങോട്ടേക്കാ. അപ്പുറത്തെ ബിൽഡിങ് ഇതിൻ്റെ മുകളിൽ പോയിട്ട് അവിടെ ഗ്ലാസ്സാണ്. ഇവിടെ കാണി കംപ്ലീറ്റ് ഗ്ലാസ്സാണ്. ഈ ഇളനീന് അവിടെ നിന്ന് തീർച്ചാൽ അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ ഗ്ലാസ് മൊത്തം പൊട്ടും. അത് പൊട്ടാനും പാടില്ല. അപ്പോൾ നിങ്ങൾ നോക്കണം കേട്ടോ. ഇവിടുത്തെ തെങ്ങാണ് അങ്ങോട്ടേക്ക് പോയിക്കണേ. ഞാൻ അതിനെ കടക്കാനും പാടില്ല. ആ കൊല ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണം. അതാണ് ഇതിൻ്റെ ഈ തെങ്ങുമ്പത്തുള്ള പരിപാടി. അപ്പോൾ നമ്മൾ ഇതേമാതിരത്തെ കയറുണ്ടാവുമല്ലോ. ഇത് ഇതിൻ്റെ കയറല്ല, ഇത് ഇവിടെ ബിൽഡിങ്ങിൻ്റെ പണിയെടുക്കുകയാണ്. ഇതേമാതിരത്തെ കയറ് ഞാൻ പറഞ്ഞു തരാണ്. ഇത് ഈ കൊല ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നതിൻ്റെ പരിപാടി എന്താ വെച്ചാൽ ഇവിടുന്ന് ഇങ്ങനെ കയറിയിട്ട് ഇങ്ങോട്ട് 2 കയറും ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു കയറുണ്ടാവും. എന്നിട്ട് ആ കയറിൻ്റെ മുകളിൽ ഏച്ചു വിട്ടിട്ട് ഈ കൊല ഇങ്ങനെ വെക്കുമ്പോൾ ഒരാൾ പിടിച്ച് ഇങ്ങോട്ട് വലിക്കലാണ്. അപ്പോൾ അത് വീഡിയോ എടുക്കാൻ ആളില്ല, ഞാനും സംശയം മാത്രമേ ഉള്ളൂ. എന്നാൽ പിന്നെ നിങ്ങൾക്ക് കാണിച്ചു തന്നെ ഈ കൊല നമ്മൾ നിൽക്കുന്നിടത്ത് കൊണ്ട് വരും. നമ്മളിപ്പോൾ ഇവിടെ നിൽക്കണ ഈ ലോറിൻ്റെ അവിടെ നിൽക്കുകയാണ്. എന്നാൽ ആ കൊല ഇങ്ങോട്ടേക്കാണ് വരേണ്ടതെന്നുണ്ടെങ്കിൽ അത് നമ്മളിങ്ങനെ ഓരോന്ന് കണ്ടുപിടിക്കാനാണ്. ഇങ്ങനെ കമ്പി സ്വയം നമ്മൾ ഓരോ പണികളൊക്കെ ചെയ്യുമ്പോൾ സ്വയം അവിടെ ബുദ്ധി വരും മനുഷ്യൻ്റെ തലച്ചോറിൻ്റെ ഉള്ളിലേക്ക്. അപ്പോൾ ഇതിങ്ങനെ കയറി പോയിട്ട് ഞാൻ കൊല ഉണ്ടല്ലോ, ആ കയറിതാ അവിടെ കാണുന്ന കൊല അങ്ങോട്ട് നിറഞ്ഞിരിക്കണത് എങ്ങും അങ്ങോട്ട് കാണി. ഞാൻ ഈ കയറിട്ടിട്ട് എന്ത് ചെയ്യണമല്ലോ, അതിങ്ങനെ ഇങ്ങോട്ടേക്ക് വരും. അത് നമ്മൾ നിൽക്കുന്നിടത്തേക്കൊക്കെ വരും. പക്ഷേ അത് നമ്മളതിന് ഊരാൻ കൊടുക്കിട്ടിട്ട് അതിൻ്റെ ഒരു ലൂസാക്കിയിട്ട് കയറ് ലൂസാക്കി ഇങ്ങനെ കൊല വരുന്ന സമയത്ത് ഇങ്ങനെ തട്ടിച്ച് അത് എവിടേക്കാണ് വേണ്ട വെച്ചാൽ അവർ അത്രയും ശ്രദ്ധിക്കണം. ഇല്ല സംസുഖ അല്ല അപകടം പിടിച്ച പണിയല്ലേ. അതായത് ഒരു ഉദാഹരണമായിട്ട് വീരാജിൻ്റെ പറമ്പിൽ നിന്ന് ഇതങ്ങടെ കാണി ഇങ്ങടക്കുള്ള ഗ്ലാസ്സാണ്. നല്ല ശ്രദ്ധിക്കണം. കാരണം ബോംബെലത്തെ പണിയെടുക്കാം. അങ്ങനെയാണ് ഒരു 10 രൂപ ഉണ്ടാക്കാൻ കിട്ടണേ. അങ്ങനെ ഒരു 500, 1000, 1500 മാറ്റിയൊക്കെ കിട്ടും. അത് തെങ്ങൊക്കെ ആണെങ്കിൽ കിടക്കുന്ന തെങ്ങാണ്. തെങ്ങ് വളഞ്ഞ് പോയിട്ട് ഇങ്ങനെ വളച്ചിട്ട് പണ്ടത്തെ കാലത്ത് കല്ല് എത്തിയ തെങ്ങാണ്. അതിനാണ് ഇവർ ഇതിങ്ങനെ ഈ സ്റ്റെപ്പ് വെച്ചിരിക്കണേ. അതുവരെ വെച്ചുള്ള അങ്ങോട്ടേക്ക് ഉണ്ടാവില്ല. എന്നിട്ട് ആൾക്കാർ അങ്ങോട്ടേക്ക് ഫുള്ളായിട്ട് ആയി കഴിഞ്ഞാൽ ആൾക്കാർ അതിമ്പോൾ കൊത്തിപ്പിടിച്ച് കയറി വെച്ചിട്ടാണ് പണ്ടത്തെ കാലത്തുള്ള തെങ്ങാണ്. ഇതിൻ്റെ വാപ്പ പണ്ട് കരാറെടുത്തിനാണ് 1961 വന്നിട്ട്. അന്ന് മൂപ്പര് കുറച്ച് തെങ്ങൊക്കെ ഉണ്ടായിരുന്നു ഇപ്പാക്കും സംസുഖ. എന്തായാലും ഇതൊക്കെ ഞങ്ങൾ ജസ്റ്റ് ഇതൊക്കെ എടുത്തു വിടണമെന്ന് നമ്മളെ കേരളക്കാർ കുറേ ആൾക്കാർ കാണണം. നമ്മൾ യഥാർത്ഥ സംഭവങ്ങളൊക്കെ എടുത്തു വിടണം. ഈ കണ്ടിങ്ങനെ എന്തെങ്കിലും പൊട്ടത്തരങ്ങൾ വിളിച്ച് പറയുക, ആ പരിപാടി ഒന്നും ചെയ്യരുത്. അല്ലല്ല, ശരിക്കും നടക്കുന്ന സംഭവങ്ങൾ വിട്ടാൽ മറ്റുള്ളവർക്ക് സന്തോഷമാണ്. എന്നാൽ പിന്നെ സബ്സ്ക്രൈബും കിട്ടും, ബെൽ ബട്ടണും കിട്ടും. ഇതിൽ പറയണ്ട. ചോറും വെക്കണ്ട. ഇവിടെ പണ്ടത്തെ കാലത്തൊക്കെ ആൾക്കാരായിട്ടാണ് ജീവിച്ചിരുന്നത്. എൻ്റെ വാപ്പയുടെ കാലത്തൊക്കെ അതായിട്ടാണ് കുടുംബം കഴിഞ്ഞ് പോയി. സബ്സ്ക്രൈബും ബെൽ ബട്ടനും അവിടെ പിടിച്ച് അമർത്തലും ഇവിടെ പിടിച്ച് നിൽക്കലും അങ്ങനെയാണ്. അങ്ങനെ ഹൃദയം പൊട്ടി അധ്വാനിച്ച് എന്തിട്ടാലും ഒരു സബ്സ്ക്രൈബും ഇല്ല. അല്ല, പണ്ടത്തെ കാരണന്മാരൊക്കെ അങ്ങനെ ആയിട്ട് ജീവിച്ചിരുന്നത്. അങ്ങനെ ആ കാലങ്ങളൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ പണ്ടത്തെ ആൾക്കാർക്ക് അങ്ങനെയാണ്. ആൾക്കാർ എന്തെങ്കിലും പറയും. ആ കാലത്തൊക്കെ ആൾക്കാർ അതിൻ്റെ കുടുംബം കഴിഞ്ഞേ സബ്സ്ക്രൈബും ബെൽ ബട്ടനും. ഇപ്പോഴത്തെ ആൾക്കാർ അതല്ല. ഇപ്പോൾ ആൾക്കാർ നല്ല മുളയിരുന്ന് ജോലി ചെയ്യണം. ചോനെ ഒരു ആപത്തും വരുത്തില്ല റബ്ബേ. കാരണം അപകടം പിടിച്ച പണിയാണ്. ഇനി 2 മണിക്കൂർ അതിൻ്റെ ഒരു തെങ്ങിൻ്റെ 1 മണിക്കൂർ പിടിക്കും. നീട്ടി കൊണ്ടുപോകണം. കണ്ടമാനാകുമ്പോൾ ആൾക്കാർക്ക് വെറുപ്പ് പിടിക്കും.